എന്താടി ക്ലാസ്സിൽ പോടി. Idiot. Aisha. സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവല്ല നമ്മള്. എന്താ കാര്യം എന്ന് അറിയാലോ. നീ വാ, ഇവിടെ വന്നിരിക്കും. വാ. Can I talk to you? വാ, ഇവിടെ ഇരിക്ക്. കൺഗ്രാറ്റ്സ്. എപ്പോഴാ കല്യാണം? ഞാൻ രാവിലെ തന്നെ കുറെ നോക്കി, എവിടെയും കണ്ടില്ല. പിന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ കയറി. വിശേഷം പറയാന് പെണ്ണെങ്ങനെ? എപ്പോഴാ? എന്നിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തോ? ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. വീട്ടിൽ നിന്ന് ഭയങ്കര ടോർച്ചറാണ്, മെന്റൽ ടോർച്ചർ. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇത് ഉമ്മയുടെ വാശിക്ക് പോയതാണ്, എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് പോയതല്ല. ഉമ്മ അറേഞ്ച് ചെയ്തതാണ് ഇത്. പോയല്ലോ. ഐഷ, ഐ ഡിഡ്ന്റ് ഹാവ് എ ചോയ്സ്. ദർ ഈസ് ഓൾവേസ് എ ചോയ്സ്. അങ്ങനെ എനിക്ക് വേറെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇവിടെ ഇരുന്ന് നിന്റെ അടുത്ത് സംസാരിക്കൂ. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് നേരിട്ട് കാര്യം പറയാൻ പോയത്. എനിക്കിതിൽ താല്പര്യമില്ല. എൻ്റെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഫാമിലി പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടിയുടെ അടുത്ത് തന്നെ നേരിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീരുമെന്ന് വിചാരിച്ചു. കാരണം അവരുടെ ആ പെൺകുട്ടിയുടെ ഫാമിലി വിളിച്ചുകൊണ്ട് നിൽക്കുക എൻ്റെ ഫാമിലിയെ. എനിക്ക് താല്പര്യമില്ല എന്ന് എൻ്റെ ഉമ്മ അവരുടെ അടുത്ത് പറയുന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോയി ആ പെൺകുട്ടിയുടെ അടുത്ത് നേരിട്ട് കാര്യം പറഞ്ഞു. എനിക്കിത് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ലാണ്ട് ഞാനിപ്പോ എന്താ വേറെ പെണ്ണ് നോക്കി കല്യാണം കഴിക്കാൻ പോവാന്ന് നീ വിചാരിച്ചേ? ഉമ്മ എന്താ പറഞ്ഞ അറിയോ? ഉമ്മ ഇറങ്ങി പോകുന്നു വീട്ടിൽ നിന്ന്. ഞാൻ എങ്ങനെ ഇതിന്റെ ഇടക്ക് പിടിച്ചു വെക്കണ്ടേ? അങ്ങനെ പോയത് ഐഷ. നീ എന്താ വിചാരിച്ചേ? ഞാൻ ഇങ്ങനെ എല്ലാം അറിയും. എങ്ങനെ ഇതൊക്കെ അറിയുന്ന? എന്താ വിചാരിച്ചതിനെ പറ്റി? എനിക്ക് എല്ലായിടത്തും ആൾക്കാരുണ്ട്. ഭയങ്കര നെറ്റ്വർക്കാ നിനക്ക്. പൂക്കൾ പൂക്കും തരുണം ഞാൻ അവിടെ പോയി, അവിടെ ഇരുന്നു. ആ പെണ്ണിനെ പോലെ ഞാൻ മര്യാദ കണ്ടില്ല. ഞാൻ ആലോചിച്ച മൊത്തം ഇത് ആയിഷ അറിഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങളായി ഇപ്പൊ ഉണ്ടാവാൻ പോകുന്ന. അവിടെയുള്ള ഫുൾ ടൈം ഞാൻ നിന്നെ പറ്റി ആലോചിക്കായിരുന്നു. വിനോദ, പെണ്ണെങ്ങനെ? മഞ്ചത്യ? ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ല? ഞാൻ അങ്ങനെ നോക്കിയില്ല. കുഴപ്പമില്ല, നിന്റെ അത്ര ഭംഗിയുള്ളതായിട്ട് തോന്നിയില്ല. സ്റ്റുഡൻസ്, നമ്മുടെ കോമ്പറ്റീഷൻ അടുത്ത് വരികയാണ്. ഇനി ഒരു 1 വീക്ക് കൂടെ ഉള്ളൂ. സോ മറ്റ് കോളേജിലെ സ്റ്റുഡൻസ് ഇന്ന് മുതൽ ഇവിടെ വരുന്നതാണ്. അവരിന്ന് മുതൽ കോമ്പറ്റീഷൻ ഡേറ്റ് വരെ ഇവിടെ ഉണ്ടാവും, നമ്മുടെ കോളേജിലുണ്ടാവുക. നമ്മുടെ കോളേജിൽ വെച്ചാണല്ലോ കോമ്പറ്റീഷൻ നടക്കുന്നത്. സോ ലൈക്ക് 7 days, 1 week അവരിവിടെ ഉണ്ടാവും. സോ വി ഹാവ് ടു ഗിവ് ദം എ വാം വെൽക്കം. ഓക്കെ 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 ഓക്കെ.
ഐഡിയയുടെ ഐഡിയ ഇല്ല, നല്ല കോൺഫിഡൻസ് ഉണ്ട്, അത് പോരാ. പോരാ, റൂൾസ് ആണ്. എൻ്റെ ചേട്ടൻ എന്നെ ഒരു 110 പ്രാവശ്യം കണ്ടിട്ടില്ലേ, ഇവിടെ പിന്നെ ഐഡിയ വേണോ? ആ, ഇന്ന് ഐഡിയ ഇല്ലാണ്ട് വിടുന്ന പ്രശ്നം. നമുക്ക് ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോവാ. ഞാനാണ് മെയിൻ. ഞാനില്ലെങ്കിൽ കംപ്ലീറ്റ് സ്റ്റക്കാവും. ലൈറ്റ് വർക്ക് ചെയ്യൂല, സൗണ്ട് വർക്ക് ചെയ്യൂല. ബാക്കിയുള്ള കോളേജസ് നോക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് നാണിച്ച് തല താത്തി നിൽക്കേണ്ടി വരും. അത്രയും മെയിനാണ് ഞാൻ ഇവിടെ. ചേട്ടൻ ഇപ്പം എന്നെ കടത്തി വിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഉത്തരവാദി ചേട്ടനായിരിക്കും. ഞാൻ തിരിച്ചു പോവാം, കോമ്പറ്റീഷൻ നടക്കണ്ടെന്നാ. ഇന്നൊരു ദിവസത്തേക്ക് കൂടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ ഐഡിയ ഇല്ലെങ്കിൽ കോളേജിൽ കയറ്റൂ. നാളെ ഞാൻ 2 ഐഡിയ കൊണ്ടുവരും. അല്ല, നാളെ ഞാൻ ഐഡിയ കൊണ്ടുവരും. താങ്ക് യു. ഞാൻ കോളേജിൻ്റെ ഓരോ റൂൾസ് പഠിക്കായിരുന്നു. എന്തെല്ലാവരും കോർട്ടോറിൽ നിൽക്കുന്നത്? ഇന്നലെ വേറെ കോളേജിൽ നിന്ന് സ്റ്റുഡൻസ് വരുന്നത്. നല്ല യമണ്ട ലുക്കന്മാർ വരണേ. നിനക്ക് നിൻ്റെ ചെക്കനില്ലേ? നല്ല യമണ്ട ലുക്കന്മാർ വരല്ലേ? ഫസ്റ്റ് ബസ് വന്നു. വേനെന്താ കണ്ണിമ്മൂലേ? പിന്നെ നിന്നെ കണ്ട ആർക്കും കണ്ണിമ്മാൻ തോന്നൂലല്ലോ. പിന്നെ ഞാൻ എത്ര പൊക്കി അടിച്ചിട്ട് കാര്യമില്ല, ഇന്നത്തെ ക്യാൻറ്റീൻ ബില്ല് ഞാൻ കൊടുക്കൂല. ഹലോ, എക്സ്ക്യൂസ് മീ, ബില്ല് കൊടുക്കാനുള്ള പൊക്കൽ അത് വേറെ ലെവലായിരിക്കും. അത് എന്നെ കൊണ്ട് താങ്ങൂല. ഇത് ഞാൻ സത്യം പറഞ്ഞതാ. എന്നാ ഓക്കെ. ഏത് ഫാത്തി? ഫാത്തിമ ജാനാര. അവൾ കുറച്ച് ഫേമസ് ആണല്ലോ, നീ കേട്ടിട്ടില്ല? ഞാൻ കേൾക്കാറുണ്ട് ഇവളെ പറ്റി. കുറേ ചെക്കന്മാരുണ്ട് ബാക്കിൽ. നമ്മുടെ കോളേജിൽ നേരെ ചെക്കന്മാരുണ്ട്. ആരോ വലിയ ഫ്ലവർ ബൊക്കെയൊക്കെ കൊടുത്ത് സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. എന്നിട്ട് അവളെല്ലാവരെയും റിജക്റ്റ് ചെയ്യും. അതുമാത്രമല്ല, ഭയങ്കര പഠിപ്പയും കൂടിയാണ്. ഫസ്റ്റ് പ്രൈസ് അവളുടെ ടീം തന്നെ കൊണ്ടുപോകുന്ന തോന്നുന്നു. ആയിഷ ഖാലിദ് തോൽക്കുന്നതാണ് എനിക്ക് കണ്ടത്. അവളാണല്ലോ ഇപ്പോൾ ലീഡിങ്. അവളുടെ അഹങ്കാരം ഒന്ന് കുറഞ്ഞിട്ടു. ഞാൻ ആലോചിക്കുന്ന ഇവൾ ഇത്രയും ആൾക്കാരെ റിജക്റ്റ് ചെയ്തിട്ട് ചൂസ് ചെയ്യുന്ന ആരായിരിക്കുന്ന ആ ചെക്കനെ. നല്ല ഭാഗ്യമുള്ള ചെക്കനായിരിക്കും. ഫാത്തി, അതാണ് ആയിഷ ഖാലിദ്. അവളെ പറ്റിയാണ് ബസ്സിൽ നിന്ന് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൾ കുറച്ച് സീനാണ്. അവളാണ് എല്ലാ വർഷവും ലീഡിങ്. ഇവിടെ ഭയങ്കര പവറാ. അവൾ സംസാരിക്കുമ്പോൾ ചില സീനിയർ പ്രൊഫസേഴ്സ് വരെ മിണ്ടാണ്ട് നിൽക്കുന്നൊക്കെ കേൾക്കുന്നത്. അവളാണ് നമ്മുടെ ടാർഗറ്റ്. അവൾ ബ്രേക്ക് ചെയ്യണം. അവൾ ഇത്രയും കാലം ലീഡ് ചെയ്തത് ഞാൻ ഫ്രെയിമിലില്ലാത്തതുകൊണ്ടല്ലേ. ഈ വർഷം നീ കണ്ടോ അവൾ മൂങ്ങുന്നത്? എന്നോട് മുട്ടിക്കും കപ്പാസിറ്റി ഉള്ള ആളായിട്ട് എനിക്ക് തോന്നില്ല. ഞാനും അവൾ ഒരുമിച്ച് നിന്ന് അവളാരും നോക്കുക പോലുമില്ല. പിന്നെയാണ് കോമ്പറ്റീഷൻ. അവൾ ഭയങ്കര സ്മാർട്ടാട്ടോ. ആരാ സ്മാർട്ട് എന്ന് നമുക്ക് കാണാം.